പെർസ്പെക്റ്റീവ് ഓഫ് അനുമോൾ പി ആർ, അനുമോൾക്ക് പി ആർ ഉണ്ടോ പി ആർ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അങ്ങ് വിടാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു നിമിഷം ലൈവിൽ നടക്കുന്ന പല കാര്യങ്ങൾ കാണുമ്പോൾ അനുമോളെ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അനുമോൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കോ എന്തൊരു വിധിയാണ്, അനുമോൾ എങ്ങനെ ഇത് സർവൈവ് ചെയ്യുക. ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഒരു വ്യക്തി, ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരു 10-15 പേരെന്ന് വെച്ചോ, 15 പേരെന്ന് വെച്ചോ, 15 പേര് 15 എടുത്തുനിന്ന് 15 കാര്യങ്ങൾ കൊണ്ട് ഇൻസൾട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഇപ്പോൾ അനുമോൾ ആ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലൈവ് അപ്ഡേറ്റിലേക്ക് വീണ്ടും കിടക്കാം. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാൽ റെന ഫാത്തിമ വന്നു കയറിയ സമയത്ത് റെന ഫാത്തിമ, സരിക, അഭിലാഷ് ഇവർ മൂന്നുപേരും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ശൈത്യയുടെ ആ ഒരു പണ്ടത്തെ സംസാരത്തിന്റെ ഇടയിൽ ചിരിച്ചു എന്നും പറഞ്ഞ ആര്യന്റെ അന്നേരം അഭിലാഷ് ഇടയ്ക്ക് കയറി ചീത്ത വിളിച്ച് ഫൈറ്റ് ചെയ്ത ആ ഒരു കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, പുറത്ത് വെച്ചിട്ട് സരികയും റെനയും ഒക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് ഹൗസിലേക്ക് റെനയും അഭിലാഷും ഒന്നിച്ച് കയറിയപ്പോൾ സരികയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവര് വന്ന് തന്നോട് മിണ്ടുവോ, എല്ലാവരും എങ്ങനെയായിരിക്കും എന്നൊരു പേടി സരികയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ സരികയുടെ അടുത്തേക്ക് അഭിലാഷ് പെട്ടെന്ന് വന്നു, ഹഗ് ചെയ്തു, സംസാരിച്ചു, എല്ലാം ഓക്കെ ആയി. പക്ഷെ റെന സരികയെ ഹഗ് ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല, റെന നേരെ കയറിപ്പോയി എന്നുള്ള ഒരു വിഷമത്തില് സരികയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പോഴത്തേക്കും സരികയും റെനയും തമ്മിലുള്ള ഈ ഒരു കശപിശ അവിടെ കുറച്ചു പേരുടെ ഇടയിൽ ചർച്ചയായി. അനുമോളും ഇക്കാര്യം അറിയുന്നു. അപ്പൊ അനുമോള് വന്നിട്ട് എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. സരിക ഈ വിഷയം ഡയറക്റ്റ്ലി തന്നെ റെനയെടുത്ത് സംസാരിക്കാൻ ചെല്ലുന്ന സമയത്ത് റെന കയറി പറഞ്ഞൊരു കാര്യം, സരികയ്ക്ക് കരച്ചിലൊക്കെ വന്നു, കണ്ണൊക്കെ നിറഞ്ഞു. അപ്പൊ റെന പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇമോഷണലി കുറച്ചൊന്ന് മെച്ചുർ ആ ഒരു പക്വത കാണിക്കുക എന്നെന്തോ ഒരു വാക്ക് പറഞ്ഞു. അപ്പോഴത്തേക്ക് സരിക അന്നേരം അതിന് പൊട്ടിത്തെറിച്ചു. നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട, ഒന്നുമില്ലെങ്കിലും ശരി, നിന്നെക്കാൾ കൂടുതൽ ഓണം ഉണ്ടതാ ഞാനൊക്കെ, നീ എന്റെ പക്വതയെ കുറിച്ച് നീ പറയണ്ട. എന്തോ കരയുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഇമോഷണലി നമ്മളൊന്നും മെച്ചർ അല്ല എന്നല്ല, കരയുന്നതെന്ന് പറഞ്ഞൊരു ഫീലിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സരിക അവിടെ വലിയ സംസാരമൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അനുമോൾ അതിന്റെ ഇടയിൽ കൂടെ വീണ്ടും ഒരു ചെറിയ ഒരു ഇതിടാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ചുമ്മാ അത് പറഞ്ഞിട്ട് വഴക്കിടാത്ത അത് കള എന്നൊക്കെ അനുമോൾ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഉടനെ സരിക നേരെ അനുമോളുടെ നേരെ തിരിയുന്നുണ്ട്. അതായത് നീ ഏത് നേരം കരച്ചിലല്ലേ, എന്നിട്ട് നീ എന്തിനാണ് നീ ഉപദേശിക്കരുത്, നീ ഇവിടെ മിണ്ടരുതെന്ന് പറഞ്ഞ് അനുമോളുടെ നേരെ സരിക. അപ്പോഴത്തേക്കും സരികയും അനുമോളും സരികയും റെനയും തമ്മിൽ അതങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും സംസാരത്തിന്റെ ഇടയിൽ അനുമോൾ പറയുന്നുണ്ട്, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും ജിഷിനോടുണ്ട്, മുൻഷിയുണ്ട്, ഇവരൊക്കെ അന്നേരം ഈ പറയുന്ന കണക്ക് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ള എന്ന് ചോദിച്ചുകൊണ്ട് അവരിടയ്ക്ക് കയറുന്നുണ്ട്. അപ്പോഴത്തേക്കും റെനയെ അനുമോൾ ഒന്ന് കണ്ണ് കാണിച്ച് ചെന്നൊന്ന് കെട്ടിപ്പിടിക്കേ എന്ന്. അപ്പൊ റെന അന്നേരം ഒന്നും കൂസാതെ സരികയെ ഇങ്ങനെ പോയി അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്ക് അവർ തമ്മിൽ ഓക്കെ പാച്ചപ്പ് ആവുന്നുണ്ട്. പക്ഷെ സരിക പെട്ടെന്ന് അനുമോളെടുത്ത് നീ ഇവിടുന്ന് പോ, നീ മാറിപ്പോ, നീ ദൂരെ പോ എന്ന് പറഞ്ഞിട്ട് സരിക അനുമോളെ അവിടെ നിന്ന് മാറ്റി വിടുകയാണ്. അപ്പം അനുമോൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് നടന്ന് ആ വാതിലിന്റെ അടുത്ത്, അവിടെ ഷാനവാസ് നിൽപ്പുണ്ട്, ഷാനവാസിന്റെയൊക്കെ അടുത്തായിട്ട് ജിഷിനും ഷാനവാസും ഒക്കെ നിൽക്കുന്നതിന്റെ അടുത്തേക്ക് ബാക്കിലോട്ട് മാറി ഇങ്ങനെ നിന്ന് ഒരു വല്ലാത്തൊരു ഫേസ് എക്സ്പ്രഷൻ. കാരണം എന്താ വെച്ചാൽ ചമ്മിപ്പോയി, ഇൻസൾട്ട് ആയിപ്പോയി, അനുമോൾക്ക് അത് ഭയങ്കര ഇൻസൾട്ട് ആയിപ്പോയി. അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് അക്ബർ, അഭിലാഷ്, അതുപോലെ അപ്പാനി, ഇവര് മൂന്നുപേരും അവിടെ ഇരിക്കുകയാണ്. അവരുടെ അടുത്തേക്ക് വന്നിട്ട് അനു വന്ന് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അക്ബറിനും അപ്പാനിക്കും അഭിലാഷിനും ചായ വേണം. അപ്പൊ ഉടനെ അനുവിന്റെ അടുത്ത് ചായ ഇടാൻ. അനു ആണെങ്കിൽ രാവിലെ തൊട്ട് 35 ദോശ സഹിതം കുറെ കറിയും ഒക്കെ വെച്ച് ഇന്ന് മൊത്തം എല്ലാവരെയും ഊട്ടാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറി ഇരുന്നതാ. അത് അനുമോളുടെ ഇഷ്ടത്തിനാണ് അവിടെ കയറി ഇരുന്നത്. അനുമോളാണ് സ്വന്തമായിട്ട് അവിടെ പോയി ഇരുന്നത്. കാരണം ക്യാപ്റ്റൻ ഇല്ല, കിച്ചൺ ടീമില്ല, ഒന്നുമില്ല, ബിഗ് ബോസും പറഞ്ഞിട്ടില്ല. പിന്നെ അനുമോൾക്ക് എന്തിന്റെ കേട് അവിടെ പോയി ഇരിക്കാൻ? എന്താണെന്ന് വെച്ചാൽ അടുക്കളയിൽ കോണ്ടന്റ് ഉണ്ടായതുകൊണ്ട് അനുമോൾ അവിടെ കെട്ടിയൊരുങ്ങി പോയി ഇരുന്നു തന്നെ പറയാം. പക്ഷേ അവിടെ വീണ്ടും ഇവർക്ക് ചായ വേണമെങ്കിൽ അനുമോള് പോണം. അപ്പൊ അനുമോള് പറഞ്ഞു, വയ്യ, ഞാൻ ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങി, എനിക്ക് ഇവിടെയൊക്കെ വേദന എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഉടനെ അക്ബർ, ഒരു കാര്യം ചെയ്യും, നീ പോയി കുറച്ച് വെള്ളം വെയ്, നീ അടുപ്പത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെയ് എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അനുമോള് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് വെള്ളം വെക്കാൻ വേണ്ടി മാത്രം പോവാണ്. ഉടനെ അക്ബർ അപ്പാനിയെടുത്ത് പറയുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടാല് ഇനിയും അവള് അങ്ങോട്ട് പോകുമല്ലോ, എന്നിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ വീണ്ടും അടുത്തത് ചെയ്യിപ്പിക്കാൻ വേണ്ടി വീണ്ടും പറഞ്ഞു വിടണം, ഇങ്ങനെയൊക്കെ ഇവളടുത്ത് മിണ്ടാൻ പാടുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇത് നടക്കത്തോളൂ എന്ന്. അല്ല, അക്ബർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നു അനുമോളെ ചായ ഇടാൻ വേണ്ടിയിട്ട്.
അത് ഇത് കണക്ക് ബീൻ ബാഗിൽ കയറി ഇങ്ങനെ കാലും പോക്കി ഇങ്ങനെ വെച്ച് കുറെ കൊനസ്റ്റ് പാട്ടൊക്കെ പാടി, പാട്ടൊക്കെ കൊള്ളാൻ കേട്ടോ, കൊള്ളത്തില്ലെന്നല്ല, പാട്ടൊക്കെ പാടി അക്ബർ ഇങ്ങനെ കിടക്കുന്ന സമയം മതിയല്ലോ അക്ബറിനും അപ്പാനിക്കും കൂടെ ചങ്കും ചങ്കും പോയി അങ്ങോട്ട് പോയി ഒരു ചായ ഇട്ട് കുടിക്കാൻ. ഈ ഇത്രയും വില്ലത്തിയാക്കി വെച്ചിരിക്കുന്ന അനുമോളെ തന്നെ പിന്നെയും പറഞ്ഞു വിടുന്നത് അത് അനുമോൾക്ക് വോട്ട് കിട്ടാൻ, അല്ലാതെ അങ്ങനെ. എന്തായാലും ശരി, ഈ അക്ബർ പറഞ്ഞ കണക്ക് തന്നെ ചായക്ക് വെള്ളം വെക്കാൻ പോയി, വെള്ളം വെച്ച് അവസാനം അപ്പാനി കൂടെ പോകുന്നുണ്ട്, അപ്പാനിയും അനുമോളും കൂടെയാണ് പിന്നെ അങ്ങോട്ട് ചായ ഇടുന്നത്. അങ്ങനെ ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മറ്റേ നമ്മുടെ ശാരിക KB ഇല്ലേ, അവര് ഉടനെ കപ്പും കൊണ്ട് വരുന്നു. ഈ എനിക്കും കൂടെ ഒഴിക്കുന്നു പറഞ്ഞ, അവര് 4 പേർക്കുള്ളതാണ് വെച്ചത്, അപ്പൊ എനിക്കും കൂടെ ഒഴിക്കുന്നു പറഞ്ഞ് ശാരിക വരുന്നുണ്ട്. അവിടം വരെയാണ് ഇപ്പൊ ഞാൻ ലൈവ് കണ്ടത്. അപ്പൊ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഏതായാലും ശരി, അനുമോൾക്ക് മുന്നിൽ കട്ട അഭിനയം കാണിച്ചാണ് ഈ പലരും സ്നേഹം കാണിക്കുന്നത്. അത് ഇന്ന് രാവിലെ എല്ലാവരുടെയും മുഖവും മൊത്തത്തിൽ എന്താ പറയാ പൊഴിഞ്ഞു വീഴും. എസ്പെഷ്യലി അപ്പാനി ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് നല്ലൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതായത് ഇതിന്റെ അകത്ത് വന്ന് അനുമോളെ വെറുപ്പിക്കരുത്, അനുമോളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അക്ബറിന് കിട്ടേണ്ട പല വോട്ടും അനുമോൾക്ക് കിട്ടും എന്ന് അപ്പാനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അപ്പാനിയും ഇവിടെ വന്നിട്ട് ഈ അനുമോള് അക്ബർ കോംബോ ഒന്നുകൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ വെളുപ്പിക്കലും ഈ പറയുന്ന രാത്രി ബിൻസിയുടെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ പൊളിയും. എത്ര വലിയ മഹാനടനാണ് നമ്മുടെ ഈ അപ്പാനി എന്ന് പറഞ്ഞാലും നമ്മളെ എന്താണ് അനീഷ് എന്തോ 100 ദിവസം അഭിനയിച്ച് നിൽക്കുകയാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അനീഷിന് ഓസ്കർ അവാർഡ് കൊടുക്കണം. പക്ഷെ അപ്പാനിക്കൊന്നും അത് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പാനി താണ്ട ഈ ഒരു ദിവസം ഒരു 24 മണിക്കൂർ അങ്ങോട്ട് പിന്നിടുമ്പോഴത്തേക്കും അപ്പാനിയുടെ നല്ല ആ ഒരു വിൽ പവർ ഒക്കെ അങ്ങ് നശിച്ച് അപ്പാനിയും കറക്റ്റായിട്ട് അനുമോൾക്ക് മുഖത്തടിച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അനുമോൾക്ക് തന്നെ ആയിരിക്കും സപ്പോർട്ട് കൂടുക. കാരണം അനുമോൾ അവിടെ ഇരയാക്കപ്പെടുകയാണ്. അതും ഒരു അനാവശ്യ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. PR-ന് 16 ലക്ഷം കൊടുത്തു എന്ന് ആദ്യം പറഞ്ഞുണ്ടാക്കിയ ബിന്നി പോലും അത് പിൻവലിച്ചു. ബിന്നി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ബിന്നി പറയുന്നുണ്ട്. 16 ലക്ഷം എന്നൊന്നും ഞാൻ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് ബിന്നി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അനുമോള് എത്ര ലക്ഷം കൊടുത്തു എന്നുള്ളത് വിഷയമല്ല. അനുമോള് ബിഗ് ബോസ് ഹൗസിൽ ഇതൊക്കെ ചെയ്തിട്ടുള്ളതിനകത്ത് ഫെയർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. അൺഫെയർ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ട് കൊടുക്കണ്ട. നിങ്ങൾക്ക് ഫെയർ ആയിട്ട് തോന്നുന്നുള്ള ഒരുപാട് പേര് അതിലുണ്ട്, അതിന് വോട്ട് കൊടുക്കാം. പക്ഷേ എന്നും പറഞ്ഞിട്ട് ബിൻസിയും അപ്പാനിയും ഒക്കെ പുറത്ത് എവിക്റ്റായി പോയി അവർ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് നന്നായിട്ട് അറിയാമെന്നിരിക്കെ ഈ പറയുന്ന ചെറ്റത്തരങ്ങളൊന്നും ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അനുമോൾക്ക് തന്നെ സപ്പോർട്ട് പോകത്തുള്ളൂ. കാരണം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് സർവൈവ് ചെയ്ത ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അനുമോള് മാത്രമാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിന് വോട്ട് ചെയ്താൽ മതി, ആർക്ക് വേണമെങ്കിലും വോട്ട് കൊടുക്കാം. ഏതായാലും ശരി, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബൈ.